ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നാം ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ രണ്ടാമത്തെ ദാനമായ ബുദ്ധി അഥവാ ഗ്രഹണശക്തി എന്നതിനെ പറ്റിയാണ്. ഈ ദാനത്തിലൂടെ ആന്തരികമായ ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കുന്നു. സത്യത്തെ വേണ്ട രീതിയിൽ തിരിച്ചറിയുവാനും സഭാ പഠനങ്ങളെ മനസ്സിലാക്കുവാനും ആവശ്യകമായ കഴിവ് ഈ ആത്മദാനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു. താൻ പോകേണ്ട വഴി ഏതെന്നും ദൈവമക്കളായി എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കണമെന്നും ഗ്രഹണശക്തി എന്ന ദാനം വഴി പരിശുദ്ധാത്മാവ് നമ്മെ കൃത്യമായി പഠിപ്പിച്ചു തരുന്നു. എളിമയോടുകൂടി ദൈവവചനത്തെ വായിക്കുകയും ഗ്രഹിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് വഴി ഗ്രഹണശക്തി എന്ന ദാനത്തെ പരിശുദ്ധാത്മാവിൽ നേടിയെടുക്കാവുന്നതാണ്. ഗ്രഹണശക്തിയെപ്പറ്റി പറയുന്ന വചനഭാഗങ്ങൾ ഇവയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 15-ാം അധ്യായം 14-ാം വാക്യം. ബുദ്ധിമാൻ്റെ മനസ്സ് വിജ്ഞാനം തേടുന്നു, ഭോഷന്മാരുടെ വദനത്തിന് ആഹാരം ഭോഷത്വമാണ്. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 25-ാം വാക്യം. വിശുദ്ധ ലിഖിതങ്ങളെ ഗ്രഹിക്കുവാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാം വാക്യം. എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 54-ാം അധ്യായം 13-ാം വാക്യം. കർത്താവ് നിന്റെ പുത്രന്മാരെ പഠിപ്പിക്കും, അവർ ശ്രേയസ്സാർജിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധാത്മാവായ ദൈവമേ, വിശുദ്ധ ലിഖിതങ്ങളെ ഗ്രഹിക്കുവാൻ തക്കവിധം ശിഷ്യന്മാരുടെ മനസ്സ് തുറന്ന അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദാനിയേലിനെയും സോളമനെയും ബുദ്ധി എന്ന ദൈവിക ദാനം കൊണ്ട് അലങ്കരിച്ച പരിശുദ്ധാത്മാവേ, ഈ പന്തക്കുസ്ത ഒരുക്ക ശുശ്രൂഷയിലൂടെ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിച്ച് ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കുവാനും നന്മയായവയെ സ്വീകരിക്കുവാനും അങ്ങനെ സഭയുടെ വളർച്ചയിൽ പങ്കാളികളായി മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ തക്കവിധം ഗ്രഹണശക്തി എന്ന ദൈവിക ദാനത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ആമേൻ. പരിശുദ്ധാത്മാവു നിറഞ്ഞവളേ, പരിശുദ്ധ മറിയമേ, പരിശുദ്ധാത്മാ